ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകാനും അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആയി കിട്ടാനും സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി ഒരാഴ്ച കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു മാറ്റം തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഹണി ആഡ് ചെയ്യുന്നില്ല, പാൽ ആഡ് ചെയ്യുന്നില്ല, ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ പാകത്തിലുള്ള ആ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും തിക്നെസ് ഉണ്ടായാൽ മതി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 ബദാമും അതുപോലെ തന്നെ 5 കാഷ്യൂനട്ടും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 4 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം നമുക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്നെസ്സിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാണ്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലെ ഒരു വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒട്ടും മധുരം വേണ്ട എന്നാണെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ചേർത്ത് കൊടുക്കേണ്ട. ക്യാരറ്റിന് തന്നെ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിയ സീഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.